കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനകത്ത് നോക്കാൻ പോകുന്നത് നമ്മളുടെ PYQ അനാലിസിസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ആയ ലേൺവൈസ് കണ്ടക്ട് ചെയ്യുന്ന ഇഗ്നോ ഫോക്കസ് 5.0യുടെ ഭാഗമായിട്ടുള്ള സെഷനാണ്. നമ്മൾ ഈ ഒരു സെഷനകത്ത് മെയിനായിട്ട് നോക്കുന്നത് നമ്മളുടെ BCOG 171 പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ്, BBAയുടെയും BCom ജിയുടെയും പേപ്പറാണ്. ഒരു കോമൺ പേപ്പറാണ്. അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആയിരിക്കും ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ കഴിഞ്ഞ സെഷൻസ് ഒക്കെ കണ്ടവർക്ക് കൂടുതലായിട്ട് അറിയാം. നമുക്ക് കഴിഞ്ഞ ഇത്രയും സെഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നോക്കി, അതായത് June 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് കമ്പയർ ചെയ്ത് നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും എക്സാം ഓറിയന്റഡ് എന്ന രീതിയിൽ പോർഷൻസ് കവർ ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗൈഡ് ആയിരിക്കും ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളിലേക്ക് പോകാം. ഇതില് ഫസ്റ്റിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് എന്താണ്, നമുക്കൊരു ഒഫീഷ്യൽ സിലബസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ആ ഒരു ഇതിനെ നമ്മളത് സ്ക്രൂട്ടിനി ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് നമ്മളുടെ ഒരു ടേം ആൻഡ് എക്സാമിനേഷൻ പേപ്പേഴ്സ്, അതായത് June 25 വരെയുള്ള ടേം ആൻഡ് എക്സാമിനേഷൻ പേപ്പേഴ്സ് എല്ലാം നോക്കി അതിന്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ നേച്ചർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പഠിച്ചാൽ കൂടുതൽ സ്കോർ ചെയ്യാം, അല്ലെങ്കിൽ ഏതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നതൊക്കെയാണ് ഈ ഒരു സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് സിലബസ് മാപ്പിംഗ്, അതായത് ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും ഒക്കെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഇൻ ഡെപ്ത് ആയിട്ട്. പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസ്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ എക്സാം പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനത്തെ കാര്യങ്ങളും. പിന്നെ അതുപോലെ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്, അതിന്റെ റിവ്യൂസ് കാര്യങ്ങള്. പിന്നെ നമ്മളുടെ പ്രോബബിലിറ്റി, ഏത് ടോപ്പിക്സിലാണ് കൂടുതൽ പ്രോബബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ടോപ്പിക്സ് നമ്മൾ കൂടുതൽ എന്താണ് ഫോക്കസ് ചെയ്ത് പഠിക്കണം, കൂടുതൽ പ്രഡിക്റ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ള പോർഷൻസ് ഏതൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളും. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഒരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പറും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ മോക്ക് പ്രഡിക്റ്റീവ് പേപ്പറിനകത്ത് കൂടുതലും നിങ്ങൾക്ക് എന്താണ്, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു എക്സാംസിന് ഇപ്പൊ ഈ കൊല്ലം വരാൻ ചാൻസ്, അതായത് ഒരു പ്രഡിക്റ്റ് ചെയ്ത് ഇപ്പൊ ഇത്രയും നാളും കണ്ടുവരുന്ന അനുസരിച്ച് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് നമ്മൾ ഈ ഒരു സെഷനകത്ത് ഡിസ്കസ് ചെയ്യും. അതിന്റെ ഡോക്യുമെന്റ്സ്, അല്ലാതെ ആൻസർ കീ ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റ്സ് ലേൺവൈസ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആവുകയും ചെയ്യുന്നതായിരിക്കും. അതിന്റെ മോഡൽ ആൻസേഴ്സും സ്കീംസും എല്ലാം നിങ്ങളുടെ ആ ഒരു ആപ്പിൽ അവൈലബിൾ ആകും. പിന്നെ ഇതെങ്ങനെയാണ് മെത്തഡോളജി, എങ്ങനെ ഇതെടുക്കണം, അസംഷൻസ്, അതിന്റെ കാര്യങ്ങൾ, എല്ലാ സംഗതികളും ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. നമ്മളൊരു December 22 തൊട്ട് ഈ ഒരു June 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഏകദേശം ഇതിനകത്ത് കവർ ചെയ്ത് പോകുന്നുണ്ട്, സ്റ്റഡി ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നമ്മുടെ പോർഷനിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടോപ്പിക്കിലോട്ട് കിടക്കാം. അതിൽ മെയിൻ ആയിട്ട് ഫസ്റ്റ് വൺ നമ്മൾ സിലബസ് മാപ്പിംഗ് ആണ് ചെയ്യുന്നത്. അതായത് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് എങ്ങനെ എത്രത്തോളം റെലവൻസ് എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്ലോക്ക്, അതായത് ഫണ്ടമെന്റൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമിക് സിസ്റ്റം ആൻഡ് ബേസിക് കൺസെപ്റ്റ്സ്. അതിലെ യൂണിറ്റ് 2, അതായത് ബേസിക് കൺസെപ്റ്റ്സ് ആൻഡ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നതിലെ ഒരു ടോപ്പിക് ഉണ്ട്, ഇക്വിബിലിയറി. ആ ഇക്വിബിലിയറിയത്തിന്റെ പോർഷൻസ് നമുക്കൊരു 7 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടുവരുന്ന അപ്പിയർ ചെയ്ത് വരുന്നതാണ്. അതിനെ നമുക്കൊരു മീഡിയം റെലവന്റ് എന്ന രീതിയിൽ, ഹൈ ലോ മീഡിയം എന്ന രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മീഡിയം റെലവന്റ് എന്ന രീതിയിൽ ആ ഒരു പോർഷനെ പറയാൻ പറ്റും. നമുക്കൊരു 7 പ്രാവശ്യത്തോളം റിപ്പീറ്റഡ് ആയിട്ട് അപ്പിയർ ചെയ്ത് കാണുന്നുണ്ട്. Then block 2 consumer behavior and demand തിയറിക്കകത്തെ യൂണിറ്റ് 4 elasticity of ഡിമാൻഡിനകത്ത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 14 പ്രാവശ്യം, കുറച്ചൊന്നുമല്ല 14 പ്രാവശ്യം, 10-ലേറെ പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടു. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഹൈ റിലവന്റ് എന്ന രീതിയിലും ഡിനോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അനലൈസ് ചെയ്തെടുക്കേണ്ടതുണ്ട്. കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അത്രത്തോളം റിപ്പീറ്റ് ചെയ്ത ആ ഒരു പോർഷൻസ് വീണ്ടും വീണ്ടും ചോദിക്കും, മസ്റ്റ് കവർ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്.
ദെൻ ബ്ലോക്ക് ടൂവില് തന്നെ യൂണിറ്റ് 4 മെഷർമെന്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അതും 14 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താണെന്നും അതിന്റെ മെഷർമെന്റും രണ്ട് പോർഷൻസും 14 പ്രാവശ്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അതിനെയും ഹൈ റെലവെന്റ് എന്ന രീതിയിൽ പറയാൻ പറ്റും. ദെൻ ബ്ലോക്ക് ടൂവിലെ തന്നെ സെയിം യൂണിറ്റ് 4 തന്നെ ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അതും 14 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്, അപ്പിയർ ചെയ്തിട്ടുണ്ട്, ഹൈ റിലവന്റ് ആണ്. ദെൻ സെയിം യൂണിറ്റിലെ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അതും 14 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അതും ഹൈ റിലവന്റ് ആയിട്ട് പറയാം. അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുമായിട്ട് വന്നിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും തന്നെ റെക്കറിംഗ് രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു പോർഷൻ മസ്റ്റ് കവർ ആണ്, ഒരിക്കലും അത് വിട്ടു പോകരുത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ദെൻ വരുന്നത് സെയിം യൂണിറ്റിലെ തന്നെ പ്രൈസ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അത് 13 പ്രാവശ്യം ചോദിച്ച് കാണുന്നുണ്ട്, അതിനെയും ഹൈ റിലവന്റ് ആയിട്ട് പറയാം. ദെൻ ഇൻകം ഇലാസ്റ്റിസിറ്റി ചോദിച്ചിട്ടുണ്ട്, വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ പ്രൈസിന്റെ അത്രയും അല്ല, 12 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്, അതിനെ നമുക്ക് ഹൈ റെലവെന്റ് ആയിട്ട് പറയാം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അതൊരു 10 പ്രാവശ്യം ചോദിച്ച് കാണുന്നുണ്ട്, അതിനെയും ഹൈ റിലവെന്റ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും ടോപ്പ് ഹൈ എന്ന് നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ് എപ്പോഴും പറയാൻ പറ്റുന്നത്. ദെൻ നമുക്ക് സെയിം യൂണിറ്റിൽ തന്നെ കൺസെപ്റ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനകത്ത് 10 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്, ഹൈ റിലവെന്റ് ആണ്. ദെൻ ബ്ലോക്ക് ടൂവിലെ യൂണിറ്റ് 7 അതായത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ഇക്വിലിബ്രിയം മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ യൂണിറ്റ്, അതിനകത്ത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ഇക്വിലിബ്രിയം മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് 5 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നുണ്ട്. അതിനെ ഒരു മീഡിയം റേഞ്ച് അതായത് കവർ ചെയ്യേണ്ട പോർഷൻ ആണ്, ചാൻസ് ഉണ്ട്, പക്ഷെ എന്നാൽ തീരെ ലോയും അല്ല തീരെ ഹൈയും ആണ് എന്നൊരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത്. ദെൻ യൂണിറ്റ് 7 തന്നെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി അത് 5 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്, അത് മീഡിയം റേഞ്ച് ആണ്. ദെൻ യൂണിറ്റ് 8 ഇൻഡിഫറൻസ് കർവ് അനാലിസിസിനകത്ത് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്താണെന്നുള്ളത് 11 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, അതിനെ ഹൈ റെലവെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ആ ഒരു ടോപ്പിക്ക്. ദെൻ ഇൻഡിഫറൻസ് കർവ് എന്താണ്, ആദ്യം ഇൻഡിഫറൻസ് കർവ്സ് അനാലിസിസ് ആയിരുന്നു, പിന്നെ ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്, അതും നമുക്ക് 11 പ്രാവശ്യം ചോദിച്ച് കാണുന്നുണ്ട്, ഹൈ റിലവന്റ് ആയിട്ട് നമുക്ക് പറയാം. ദെൻ യൂണിറ്റ് 8 ഇൻഡിഫറൻസ് കർവ് അനാലിസിസിനകത്തെ അസംഷൻസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്സ് 11 പ്രാവശ്യം ചോദിച്ച് കാണുന്നുണ്ട്, ഹൈ റിലവന്റ് ആണ്. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അതും 11 പ്രാവശ്യം ചോദിച്ച് കാണുന്നുണ്ട്, ഹൈ റിലവന്റ് ആണ്. ദെൻ സെയിം യൂണിറ്റിൽ തന്നെ സുപ്പീരിയറിറ്റി ഓഫ് ഇൻഡിഫറൻസ് കർവ്സ് അനാലിസിസ് അതും 11 പ്രാവശ്യം ചോദിച്ച് കാണുന്നുണ്ട്, ഹൈ റിലവന്റ് ആണ്. അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി പോർഷൻ നമ്മൾ നോക്കിയതുപോലെ തന്നെ ഈ ഇൻഡിഫറൻസ് കർവിന്റെ പോർഷൻ നമ്മൾ മസ്റ്റ് കവർ എന്ന രീതിയിൽ നോക്കിയേ പറ്റത്തുള്ളൂ. അതിന്റെ തലങ്ങും വിലങ്ങും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ പോർഷൻസിൽ നിന്നും എല്ലാ ടോപ്പിക്സിൽ നിന്നും മാറിയും തിരിച്ചു ഓരോ രീതിയിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അത് മസ്റ്റ് കവർ ആയിട്ട് ഈ ഒരു പോർഷനും മനസ്സിൽ കാണുക, പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയേ പറ്റൂ. ദെൻ ഈ ബ്ലോക്ക് 3 തിയറി ഓഫ് പ്രൊഡക്ഷൻ അത് യൂണിറ്റ് 9 ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പാർട്ട് 1 നിന്ന് മീനിങ് ഓഫ് പ്രൊഡക്ഷൻ എന്താന്ന് 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഒരു മീഡിയം റെലവെന്റ് ആണ് ആ ഒരു പോർഷൻ. ദെൻ യൂണിറ്റ് 11 തിയറി ഓഫ് കോസ്റ്റ് ആൻഡ് കോസ്റ്റ് കർവ്സിൽ നിന്ന് തിയറി ഓഫ് കോസ്റ്റ് ആൻഡ് കോസ്റ്റ് കർവ്സ് എന്താന്നുള്ളത് 7 പ്രാവശ്യം ചോദിച്ച് കാണുന്നുണ്ട്, മീഡിയം റെലവെന്റ് ആണ്. ദെൻ യൂണിറ്റ് 11 സെയിം യൂണിറ്റിൽ തന്നെ ഷോർട്ട് റൺ കോസ്റ്റ് കർവ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് 7 പ്രാവശ്യമാണ് ചോദിച്ചു കാണുന്നത്, മീഡിയം റെലവൻസ് ആയിട്ട് പറയാൻ പറ്റും. ദെൻ സെയിം യൂണിറ്റിലെ തന്നെ ടോട്ടൽ ഫിക്സഡ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് കർവ് അതായത് ടോട്ടൽ കോസ്റ്റ് കർവ്, ഫിക്സഡ് കോസ്റ്റ് കർവ്, വേരിയബിൾ കോസ്റ്റ് കർവ് അങ്ങനെ പറയുന്ന 3 പോർഷൻസ് ഉണ്ട്, ടോപ്പിക്സ് ഉണ്ട്, അത് നമുക്ക് 7 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്, മീഡിയം റേഞ്ച് ആണ്, മീഡിയം റെലവൻസ് ആണ് ആ ഒരു ടോപ്പിക്കിനുള്ളത്. ദെൻ നമുക്ക് ആവറേജ് ടോട്ടൽ, ആവറേജ് ഫിക്സഡ്, ദെൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ് അങ്ങനത്തെ കേഴ്സിന്റെ അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് കേഴ്സിന്റെ ഒക്കെ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ആ ഒരു പോർഷനിൽ നിന്ന് 7 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്യുന്നുണ്ട്, അതും മീഡിയം റേഞ്ച് ആണ് നമ്മളുടെ അല്ലെങ്കിൽ മീഡിയം റെലവൻസ് ആണ് ആ ഒരു ടോപ്പിക്കിന് വരുന്നത്. ദെൻ സെയിം യൂണിറ്റിൽ നിന്ന് തന്നെ ലോങ് റൺ കോസ്റ്റ് കേഴ്സ് ഉണ്ട്, അത് 7 പ്രാവശ്യം അപ്പിയർ ചെയ്യുന്നുണ്ട്, മീഡിയം റെലവന്റ് ആയിട്ട് പറയാൻ പറ്റും. ദെൻ ബ്ലോക്ക് 4 തിയറി ഓഫ് പ്രൈസിൽ നിന്ന് യൂണിറ്റ് 12 ഇക്വിബിലിയറിയം കൺസെപ്റ്റ് ആൻഡ് കണ്ടീഷൻസ് അത് കൺസെപ്റ്റ് ഓഫ് ഇക്വിബിലിയറിയം എന്ന് പറയുന്ന ഒരു പോർഷൻ ആ ഒരു ടോപ്പിക് അതിനകത്ത് വരുന്നത് 7 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്, മീഡിയം റേഞ്ച് ആണ്, മീഡിയം റെലവൻസ് ആണ് വരുന്നത്. ദെൻ സെയിം യൂണിറ്റിലെ തന്നെ അപ്രോച്ചസ് ഓഫ് ഇക്വിബിലിയറിയം
അത് 7 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. മീഡിയം റേഞ്ച് ആണ്, മീഡിയം റിലവൻസ് ആണ്. യൂണിറ്റ് 13 പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ പാർട്ടിൽ നിന്നും വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളും 7 പ്രാവശ്യം ചോദിച്ച് കാണുന്നുണ്ട്. അത് നമുക്ക് എന്താണ് ഒരു മീഡിയം റെലവെന്റ് ആയിട്ട് പറയാൻ പറ്റും. ബ്ലോക്ക് 4 തിയറി ഓഫ് പ്രൈസിൽ നിന്ന് തന്നെ യൂണിറ്റ് 13 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അത് 7 പ്രാവശ്യം ചോദിച്ച് കാണുന്നുണ്ട്. മീഡിയം റെലവൻസ് ആണുള്ളത്. ദെൻ ആ ഒരു യൂണിറ്റിൽ നിന്ന് തന്നെ പെർഫോംസ് ഷോർട്ട് പീരീഡ് ഇക്വിലിബ്രിയം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അത് 7 പ്രാവശ്യം ചോദിച്ച് കാണുന്നുണ്ട്. മീഡിയം റിലവൻസ് ആണ്. ദെൻ ലാസ്റ്റ് വൺ, അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ യൂണിറ്റിൽ നിന്ന് തന്നെ പെർഫോംസ് ലോങ് പീരീഡ് ഇക്വിലിബ്രിയം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതായത് ഷോർട്ട് പീരീഡ് ഇക്വിലിബ്രിയം ലോങ് പീരീഡ് ഇക്വിലിബ്രിയം ചോദിച്ചിട്ടുണ്ട്. രണ്ടും 7 പ്രാവശ്യമാണ് അപ്പിയർ ചെയ്തേക്കുന്നത്. മീഡിയം റെലവെന്റ് ആയിട്ട് ആ ഒരു പോർഷനെയും പറയാൻ പറ്റും. നെക്സ്റ്റ് ബ്ലോക്ക് 4 തിയറി ഓഫ് പ്രൈസിൽ നിന്ന് യൂണിറ്റ് 13 പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണ് ആൻഡ് ഇൻഡസ്ട്രീസ് ഇക്വിലിബ്രിയം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഷോർട്ട് പീരീഡ് അത് 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണ്. സെയിം യൂണിറ്റിലെ തന്നെ ഇൻഡസ്ട്രീസ് ഇക്വിലിബ്രിയം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ലോങ് പീരീഡ്, അതായത് ഷോർട്ട് പീരീഡിലെ കേസും ചോദിച്ചിട്ടുണ്ട്, ലോങ് പീരീഡിലെ കേസും ചോദിച്ചിട്ടുണ്ട്. അതും 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയാണ് അല്ലെങ്കിൽ റിലവൻസ് ആണ് ഉള്ളത്. യൂണിറ്റ് 14 മോണോപോളിയുടെ പോർഷൻ യൂണിറ്റിൽ നിന്നും മോണോപോളി ആൻഡ് എക്കണോമിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ കമ്പാരിസൺ വിത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അങ്ങനെ പറയുന്ന ടോപ്പിക്സിൽ 14 പ്രാവശ്യം ഏറ്റവും ചോദിച്ചിട്ടുണ്ട്. കാറ്റഗറി അല്ലെങ്കിൽ ഹൈ റെലവെന്റ് ഉള്ള ഒരു ടോപ്പിക്കായിട്ട് ഒരു പോർഷനെ പറയാൻ പറ്റും. മോണോപോളി ആൻഡ് എക്കണോമിക് എഫിഷ്യൻസി കമ്പാരിസൺ വിത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ദെൻ സെയിം ഇതിൽ നിന്ന് തന്നെ യൂണിറ്റിൽ നിന്ന് തന്നെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അണ്ടർ മോണോപോളി അത് 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മീഡിയം റിലവന്റ് ആണുള്ളത്. ദെൻ മോണോപോളി എന്താണ്, അല്ലെങ്കിൽ മോണോപോളിയെ കുറിച്ചുള്ള കൺസെപ്റ്റും കാര്യങ്ങളും വരുന്നത് 7 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. മോണോപോളി, കൺസെപ്റ്റ് ഓഫ് മോണോപോളി, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ഇൻ എ മോണോപോളി മാർക്കറ്റ്, റെഗുലേഷൻസ് ഓഫ് മോണോപോളി, അത്രയും ഭാഗങ്ങളും ആ യൂണിറ്റ് 14 തന്നെയാണ്. അത് അത്രയും നമുക്ക് 7 പ്രാവശ്യം അപ്പിയർ ചെയ്ത് കാണുന്നുണ്ട്. ഒരു മീഡിയം റെലവൻസ് ഉള്ള പോർഷനിലാണ് ആ ഒരു ടോപ്പ് മോണോപോളിയുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ദെൻ ഒളിഗോപോളിയുടെ പോർഷൻ, അതായത് യൂണിറ്റ് 16 നോക്കിക്കഴിഞ്ഞാൽ ഒളിഗോപോളി, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൈൻഡ്സ് ഓഫ് ഒളിഗോപോളി, ഒളിഗോപോളി കോൺസെൻട്രേഷൻ ആൻഡ് കൊല്യൂഷൻ അത്രയും നമുക്ക് 7 പ്രാവശ്യം അപ്പിയർ ചെയ്ത് കാണുന്നുണ്ട്. മീഡിയം റെലവൻസ് ആണ് വരുന്നത്. ദെൻ ഒളിഗോപോളിയുടെ ഒരു പോർഷനും കൂടെ, അതായത് എക്കണോമിക് എവല്യൂഷൻ ഓഫ് ഒളിഗോപോളി അതും നമുക്ക് 7 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്, അപ്പിയർ ചെയ്യുന്നുണ്ട്. മീഡിയം റിലവന്റ് ആയിട്ട് പറയാം. ദെൻ യൂണിറ്റ് 18 ബ്ലോക്ക് 5 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകത്തിൽ നിന്ന് യൂണിറ്റ് 18 നോക്കിക്കഴിഞ്ഞാൽ റെന്റിന്റെ പോർഷൻ 10 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് ഹൈ കാറ്റഗറിയിൽ പെടുന്നതാണ്. ദെൻ അതുപോലെ തന്നെ സെയിം യൂണിറ്റിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതിൽ രണ്ട് എണ്ണത്തിനകത്ത് ഇൻട്രസ്റ്റ്, അതായത് യൂണിറ്റ് 18 യൂണിറ്റ് 19 ഇൻട്രസ്റ്റ് പറയുന്നുണ്ട്. അതായത് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം വരുമ്പോഴും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകത്തിന്റെ വേജസ് ആൻഡ് ഇൻട്രസ്റ്റിന്റെ പോർഷനകത്തും ഇൻട്രസ്റ്റിന്റെ ഒരു ടോപ്പിക് വരുന്നുണ്ട്. ആ രണ്ട് പോർഷനകത്ത് ഇൻട്രസ്റ്റും നമുക്ക് 5 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. അതിനെ മീഡിയം റെലവെന്റ് ആയിട്ട് ആ ഒരു ടോപ്പിക്കിനെ പറയാൻ പറ്റും. നമ്മൾ ഇതിനകത്ത് മീഡിയം എന്നും ഹൈ എന്നും ലോ എന്നും ഒക്കെ പറയുന്നത് എന്തിന്റെ കാറ്റഗറിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ ഇടയ്ക്ക് ആദ്യമേ പറഞ്ഞു എന്താണ്, നമുക്ക് ആ ഒരു 10 പ്രാവശ്യമോ അതിൽ കൂടുതലോ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതിനെ നമ്മൾ ഹൈ കാറ്റഗറി എന്നും, അല്ലെങ്കിൽ ഹൈ റിലവൻസ് ഉള്ള ടോപ്പിക് എന്നും, 5 തൊട്ട് 9 വരെ വന്നിട്ടുള്ളതിനെ നമ്മൾ മീഡിയം റെലവൻസ് എന്നും, ദെൻ 5 പ്രാവശ്യത്തിൽ താഴെയാണെങ്കിൽ അതിനെ ലോ റെലവൻസ് എന്നുമാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇത്രയും കണ്ടു വന്നതിൽ ഹൈയും മീഡിയവും എന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാ ബ്ലോക്കും ഒരേപോലെ തന്നെ നമ്മൾ കവർ ചെയ്ത് പോകേണ്ടതുണ്ട്. പക്ഷെ ചില ബ്ലോക്കിൽ അത് കൂടുതൽ എന്താണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന പോർഷൻസ് ഉണ്ട്. പക്ഷെ എല്ലാ പോർഷനും എല്ലാ ബ്ലോക്കിൽ നിന്നും ടച്ച് ചെയ്ത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് പോകുന്നത്. അപ്പൊ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കി തന്നെ നമ്മൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. അത് സെയിം നമ്മുടെ ഒരു ഗ്രാഫിനകത്തും ഹീറ്റ് മാപ്പിനകത്തും കൊടുത്തിട്ടുണ്ട് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന്. പിന്നെ ഈ ഒരു അനാലിസിന്റെ ബേസിസ്, അതായത് നമ്മളിപ്പം ഈ ഒരു നമ്മൾ ആ ഒരു റെലവൻസ് നോക്കിയതിന്റെ ബേസിസിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഹൈ ഈൽഡ് ടോപ്പിക്കായിട്ട് ടോപ്പ് 3 എത്രണ്ണം പറയാൻ പറ്റും. അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ മസ്റ്റ് കവർ ആയിട്ടുള്ള ഒരു 3 ടോപ്പിക് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ പ്രൈസ് ഇലാസ്റ്റിസിറ്റി പോർഷനിൽ നിന്ന് വാട്ട് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയും, പിന്നെ അതിന്റെ കുറച്ച് ടൈപ്സും കുറച്ച് കാര്യങ്ങളും, അതിന്റെ പല കൺസെപ്റ്റുകൾ, അതിന്റെ കാൽക്കുലേഷൻസ് കുറെ കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. എല്ലാം റിപ്പീറ്റഡ്ലി 14 പ്രാവശ്യം വെച്ച് ചോദിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പ് 3 പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ പറയാൻ പറ്റും. അതുപോലെ തന്നെ മോണോപോളി വെസസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ,
അതായത് മോണോപ്പൊളിയുടെ പോർഷനിൽ നിന്ന് നമ്മൾ കണ്ടു എന്താണ് തുടർച്ചയായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടുകൊണ്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോണോപ്പൊളി വേഴ്സസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് അതിന്റെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ആയിരിക്കാം, കൺസെപ്റ്റുകളായിരിക്കാം, പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലെ. വിത്ത് ഡയഗ്രാം സഹിതമാണ് നമുക്ക് ചോദിക്കുന്നത്. അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻസും ഡയഗ്രാം ക്വസ്റ്റ്യൻസും എല്ലാം അതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും മസ്റ്റ് കവർ ആയിട്ടുള്ള ഒരു പോർഷനായിട്ട് പറയാൻ പറ്റും. ടോപ്പ് 3 ടോപ്പിക്സിൽ വരാം. പിന്നെ അതേപോലെ തന്നെ മെഷർമെന്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, നമ്മൾ കാൽക്കുലേഷൻസിന്റെ പോർഷൻ വന്നപ്പോഴും പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ പോർഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മാർക്ക് വരയ്ക്കാൻ അല്ലെങ്കിൽ പോയിന്റ് ഇന്റർപ്രിട്ടേഷൻ എല്ലാ കാര്യങ്ങളും ആ ഒരു പോർഷനിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ജൂൺ 22 തൊട്ട് ജൂൺ 25 വരെയും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഇത് കവർ ചെയ്തിട്ടുള്ള പോർഷൻസ് ആണ് ഈ ഒരു 3 ടോപ്പിക്സും. അതുകൊണ്ട് ഈ ഒരു 3 ടോപ്പിക്സും മസ്റ്റ് കവർ ആണ്. ഒരിക്കലും വിട്ടുകളയരുത്, ഒരിക്കലും ഇത് നോക്കാതെ പോകരുത്. ഇത് മാത്രമേ വരൂ എന്ന് പറയുന്നില്ല, പക്ഷെ ഇത് മസ്റ്റ് ആയിട്ട് വന്നിരിക്കും. ഈ ഒരു പോർഷൻസിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ ചാൻസ് ഉണ്ട് വരാൻ. അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് പോകുക. ടോപ്പ് 3 ടോപ്പിക്സ് ഈ ഒരു 3 പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, മോണോപോളി വേഴ്സസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മെഷർമെന്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അതിനകത്ത് ആർക്കും പോയിന്റും ഡയഗ്രവും എല്ലാം നോക്കണം എല്ലാത്തിന്റെയും കേട്ടോ. ഇനി എന്തുകൊണ്ട് ഇത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഒരു ട്രെൻഡ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മൊത്തത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു നേച്ചർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഉള്ള ഒരു അനാലിസിസിന്റെ ബേസിസിലാണ് ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ്. അല്ലെ മാർക്ക് വൈസ് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ 10 തൊട്ട് 20 മാർക്ക് വരെ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഡിമാൻഡ് തിയറിയിലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാനും അല്ലെങ്കിൽ പ്രൈസ് കാൽക്കുലേഷൻസും പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിൽ നിന്ന് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് 3 പോയിന്റും മസ്റ്റ് ആയിട്ട് കവർ ചെയ്ത് പോവുക. ദെൻ നമുക്ക് ഒരു എക്സാം പാറ്റേൺ നോക്കാം. നമ്മുടെ എക്സാംസിൽ എന്ത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ എന്ത് പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നോക്കാം. മെയിൻ ആയിട്ട് നമ്മുടെ ഒരു എക്സാം നേച്ചർ എന്ന് പറയുന്നത് ഈ ഒരു 6 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഷോർട്ട് നോട്ട്സ് ഉണ്ട് 4 മാർക്സ് വെച്ചിട്ട് വരുന്നത്, അല്ലെങ്കിൽ 5 മാർക്സ് വെച്ചിട്ട് 4 അറ്റൻഡ് ചെയ്യുക എന്ന രീതിയിൽ. ദെൻ സ്പ്ലിറ്റ് എസ്സേ, അതായത് ഒരേ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ ഇപ്പൊ 1 എന്ന് വെച്ചാൽ 1ന് എയും ബിയും പാർട്ട് കാണും. അതിനകത്ത് 2 എസ്സേസ് ആയിരിക്കും ചിലപ്പോൾ പറയുന്നത്, 10 മാർക്കിന്റെ വെച്ച് 2 അല്ലെങ്കിൽ സ്പ്ലിറ്റ് എസ്സേ വിത്ത് ഡയഗ്രം ഉൾപ്പെടെയുള്ള സ്പ്ലിറ്റ് എസ്സേ ചോദിക്കാറുണ്ട്. അതായത് വലിയ 20 മാർക്കിന്റെ എസ്സേ അല്ല, അതിനെ 10 മാർക്ക് വെച്ച് ഡിവൈഡ് ചെയ്തായിരിക്കാം. കൺസെപ്ച്വൽ എക്സൈസ് ചോദിക്കുക, അതായത് കൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ളത്. പിന്നെ ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള എസ്സേ, ഒരു ഡയഗ്രാം തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ. പിന്നെ ജനറൽ എസ്സേസ്, ഇങ്ങനെ കുറച്ച് ടൈപ്സ് ആണ്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്പ്ലിറ്റ് എസ്സേ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ടെന്ന് വെച്ചു. അപ്പൊ അതിനെയാണ് സ്പ്ലിറ്റ് എസ്സേ എന്ന് പറയുന്നത്. അതായത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഇൻ ഡെപ്ത് ആയിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷെ അതിന് സബ് ആയിട്ട് എയും ബിയും ഉണ്ടെങ്കിൽ അതാണ് ഈ സ്പ്ലിറ്റ് എസ്സേ എന്ന് പറയുന്നത്. നോർമലി ഒരു 130 to 180 വേർഡ്സിൽ നമ്മൾ ആ ആൻസേഴ്സ് സബ് ഹെഡിങ്സും കാര്യങ്ങളും എല്ലാം കൊടുത്ത്, ഗ്രാഫ് വരയ്ക്കേണ്ടതാണ്, ഫിഗേഴ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തു തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നീറ്റ് ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യണം. ദെൻ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് 5 മാർക്കിന്റെ വെച്ച് 4 ക്വസ്റ്റ്യൻസ് എഴുതാനായിരിക്കും. ചിലപ്പോൾ ഓപ്ഷൻസ് കാണും, അതിൽ നിന്ന് നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും 4 അറ്റൻഡ് ചെയ്താൽ മതിയായിരിക്കും. അല്ലെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും 5 അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ 4 മാർക്ക് വെച്ചിട്ടായിരിക്കും. എങ്ങനെ വേണേലും ചോദിക്കാം. അപ്പൊ ആ ഒരു മാർക്കിന്റെ അനുസരിച്ചുള്ള കറക്റ്റ് ഡെഫിനേഷനും അതിന്റെ കോർ ഐഡിയയും പിന്നെ അതിന്റെ ഒരു എക്സാമ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇംപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വെച്ചിട്ട് ഒരു നീറ്റ് ആയിട്ട് 70 to 100 വേർഡ്സിനകത്ത് ആ ഒരു ഷോർട്ട് നോട്ട്സ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ദെൻ കൺസെപ്ച്വൽ എസ്സേ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഓരോ കൺസെപ്റ്റുകളെ വെച്ചിട്ടാണ്. അതായത് ഒരു പർട്ടിക്കുലർ സാധനം, ഇപ്പൊ എക്സാമ്പിൾ കൊടുത്തിട്ട് വാട്ട് ഈസ് എക്സ്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞ് ചോദിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൺസെപ്ച്വൽ എസ്സേ എന്ന് പറയുന്നത്. അതൊരു 20 മാർക്കിനാണ് നോർമലി ചോദിച്ചു കാണുന്നത്. ആ ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ 250 തൊട്ട് 350 വേർഡ്സ് വരെ വേണം ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാൻ. അതിനകത്ത് ഡെഫിനിഷൻസ്, നമ്മൾ ആ ഒരു ടോപ്പിക്കിന്മേലുള്ള അസംഷൻസ്, ഡയഗ്രാം, ഇങ്ങനെ നമുക്ക് എന്തെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അതത്ര ഉൾക്കൊള്ളിച്ച് നീറ്റായിട്ട് ആ ഒരു കൺസെപ്ച്വൽ എസ്സേ നമ്മൾ പ്രസന്റ് ചെയ്യണം. Then നമുക്കൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നേച്ചർ നോക്കാം. അതായത് ബ്ലോക്ക് വൈസ് ആയിട്ട് ഓരോന്നിനും വന്നിരിക്കുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നേച്ചർ. അതായത് ബ്ലോക്ക് 1, അതായത് ഫണ്ടമെന്റൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ബ്ലോക്ക് 1ൽ നിന്ന് നോർമലി വന്നിരിക്കുന്ന ഒരു ആവറേജ് മാർക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് 5 സെഷൻസ് എക്സാംസ് നോക്കിക്കഴിഞ്ഞാൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഒരു ആവറേജ് മാർക്കായിട്ട് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 2 കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ദ ഡിമാൻഡ് തിയറിയിൽ നിന്ന് 40 മാർക്സിന്റെ ക്വസ്റ്റ്യൻസും
ബ്ലോക്ക് 3 തിയറി ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് 12 മാർക്കിന്റെ ആവറേജ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ബ്ലോക്ക് 4 നിന്ന് തിയറി ഓഫ് പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 60 മാർക്സിന്റെ ക്വസ്റ്റ്യൻസും ബ്ലോക്ക് 5 നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകത്തിന്റെ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും മാർക്ക് ആവറേജ് മാർക്ക് ഇല്ലാത്തതും രീതിയിലാണ് ഇതുവരെ മാർക്ക് അനാലിസിസും വന്നിട്ടുള്ളത്. അതായത് ഒരു ലാസ്റ്റ് 5 സെഷൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാലത്തെ ഒരു ആവറേജ് മാർക്കാണ് പറയുന്നത്. കൃത്യം മാർക്ക് ആവറേജ് 5 കൂടെ നോക്കി ഓവറോൾ നോക്കിയിട്ടുള്ള ഒരു മാർക്ക് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ടേബിൾ നോക്കുമ്പോഴേ അറിയാം ബ്ലോക്ക് 2 നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ ഡിമാൻഡ് തിയറിയുടെ പോർഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൂടുതൽ മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ബ്ലോക്ക് 2 എന്ന് പറയുന്നത് മസ്റ്റ് കവർ പോർഷൻ ആണ്. നമ്മൾ ഒരിക്കലും അത് വിട്ട് കളയരുത്. ദെൻ തിയറി ഓഫ് പ്രൈസിൽ നിന്ന് നെക്സ്റ്റ് 16 മാർക്കിനും തിയറി ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് 12 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. കൂടുതൽ മാർക്ക് ആവറേജ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 2 നിന്നും ദെൻ ബ്ലോക്ക് 4 ബ്ലോക്ക് 3 എന്ന രീതിയിലാണ് വന്നിരിക്കുക. അപ്പൊ ഏറ്റവും ഹൈ മാർക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവറേജ് മാർക്ക് വന്നിരിക്കുന്ന ബ്ലോക്ക് 2 നിന്നാണ്. അത് മസ്റ്റ് കവർ ഏരിയ ആയിട്ടും പറയാൻ പറ്റും. നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്തെന്ന് മാത്രം. ദെൻ പാറ്റേൺ ഹൈലൈറ്റ്സ്. ഇപ്പൊ നമ്മൾ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലെ നോർമലി നമ്മുടെ ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് എസ്സേസ്, ഷോർട്ട് നോട്ട്സ്, ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അതായത് സ്പ്ലിറ്റ് എസ്സേസ്. ഇതിപ്പോ ഒറ്റ ക്വസ്റ്റ്യനെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് 2 എസ്സേസ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതി 10 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ്. അതിനകത്ത് ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം, സ്ട്രോങ് എക്സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് ഡിഫൈൻ ചെയ്ത് വേണം കാര്യങ്ങൾ നമ്മൾ പ്രസന്റ് ചെയ്യാൻ. ദെൻ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ചോദിക്കാറുണ്ട്. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ 20 മാർക്കാണ്. ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് 5 മാർക്കിന്റെ വെച്ച് 4 അല്ലെ 4 മാർക്കിന്റെ വെച്ച് 5 എന്താണോ നമ്മുടെ ക്വസ്റ്റ്യൻസിനകത്ത് പറയുന്നത് അതനുസരിച്ച് നമ്മൾ ഡെഫിനേഷനും കറക്റ്റ് കോർ ഐഡിയയും എക്സാമ്പിൾസ് കൊടുക്കണമെങ്കിൽ അത് ഡയഗ്രാം കൊടുക്കണമെങ്കിൽ അത് കൊടുത്ത് നല്ല നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളുടെ എക്കണോമിക്സ് അല്ലേ പേപ്പർ അറിയാലോ, ഡയഗ്രാംസ് വരയ്ക്കാൻ എന്ത് വേണേലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും കുറഞ്ഞു വന്നിരിക്കും. അപ്പൊ ഇത് ഇത്രയും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്ത് പോവുക. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. ഇനി പ്രിപ്പറേഷൻ ടിപ്പ്, അതായത് 3 മണിക്കൂർ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമുക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മുടെ ഓരോ മാർക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കറക്റ്റ് വെയിറ്റേജ് അനുസരിച്ച് ഒന്ന് പ്രിപ്പയർ ചെയ്യാം എന്ന രീതിയിൽ നോക്കാം. അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആ ഒരു ആൻസേഴ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നോർമലി സ്പ്ലിറ്റ് എസ്സേസ് ചോദിക്കും. അത് സ്പ്ലിറ്റ് എസ്സേസ് 10 മാർക്കിന്റെ വെച്ച് 2 ക്വസ്റ്റ്യൻ അല്ലേ വരുന്നത്. അതിനൊരു 40 മിനിറ്റ് എടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ എഴുതുന്ന രീതിയിൽ നോക്കുക. ഈ ഒരു 3 മണിക്കൂറിനെ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് നല്ല നീറ്റായിട്ട് എഴുതി പോകാൻ പറ്റും. അപ്പം 40 മിനിറ്റ്സ് കൊണ്ട് ഈ ഒരു സ്പ്ലിറ്റ് എസ്സേ 2 ഉള്ളത് എഴുതുക. ദെൻ ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു ഷോർട്ട് നോട്ട്സിന് നമ്മൾ എന്ത് ചെയ്യാം, ഒരു 30 മിനിറ്റ്സ് കൊടുക്കുക. 30 മിനിറ്റ്സ് കൊണ്ട് ആ ഒരു ഷോർട്ട് നോട്ട്സ് കവർ ചെയ്യാൻ നോക്കുക. കൺസെപ്ച്വൽ എസ്സേസ് എന്താണെങ്കിലും എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ അതിന് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. ദെൻ സ്പ്ലിറ്റ് എസ്സേ വിത്ത് ഡയഗ്രാം ഉണ്ടെങ്കിൽ അതിന് ഒരു 10 മിനിറ്റ്. പിന്നെ ബാക്കി കുറെ എസ്സേസോ കോൺട്രാസ്റ്റ് ഐറ്റംസ് അല്ലെങ്കിൽ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ അതിന് മൊത്തത്തിൽ ഒരു 19 മിനിറ്റ്സ് ഈ ഒരു രീതിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറക്റ്റ് പ്ലാൻ ചെയ്ത് നമ്മളുടെ ആ ഒരു അവേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ഈ 3 അവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് സുഖമായിട്ട് എക്സാംസ് എഴുതി തീർക്കാൻ പറ്റും. പിന്നെ എന്താണ് ഷോർട്ട് നോട്ട്സ് ഒക്കെ നേരത്തെ കൊടുത്തിട്ടുള്ളെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് മാർക്ക് ഒന്ന് റീകോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും കറക്റ്റ് ആണ് പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് എല്ലാം ഇട്ടിട്ടുണ്ടോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാനുള്ള എല്ലാ സമയം നമുക്ക് പിന്നെ റിസർവ് ഫൈനൽ 25 to 30 മിനിറ്റ്സ് ഫോർ ഡയഗ്രാംസ്. നമ്മൾ ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 25-30 മിനിറ്റോളം എന്തിനു കിട്ടും, നമ്മുടെ ഡയഗ്രാം വരയ്ക്കുന്നതിനും അത് ലേബൽ ചെയ്യുന്നതിനും നമുക്ക് അതൊക്കെ ഡിഫൈൻ ചെയ്യുന്നതിനും നമുക്കൊരു അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ കൊടുക്കാൻ നമുക്കൊരു അരമണിക്കൂറോളം നമുക്ക് എക്സ്ട്രാ കിട്ടുകയും ചെയ്യും. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു എക്സാംസിനെ ഒന്ന് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്ലാൻഡ് രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്ലാൻഡ് ആയിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ആ രീതിയിൽ നോക്കാം. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്.
തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ദെൻ നമ്മുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇപ്പം ബ്ലോക്ക് വൈസ് ഒക്കെ ആയിട്ട് ഡീറ്റെയിൽഡ് ഒരു ടേബിൾ നോക്കി. അപ്പൊ അതിൽ നിന്ന് ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ്, അതായത് ഏറ്റവും ടോപ്പ് 10ലുള്ള 10 എന്താണ് റിക്കറിംഗ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്ത് വരുന്ന കൂടുതൽ പ്രാവശ്യമായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടോപ്പിക്കുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ കൺസ്യൂമർ ഇക്വിലിബ്രിയം യൂസിങ് ആൻ ഇൻഡിഫറൻസ് കർവ്. സ്റ്റേറ്റ്, അതിന് എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ചെയ്യണം. ജസ്റ്റിഫൈ പ്രോപ്പർട്ടീസ് അസംഷൻസ് വെയർ ഇറലവന്റ്. അതായത് നമ്മൾ എന്താണ് നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് കൺസ്യൂമർ ഇക്വിലിബ്രിയം യൂസിങ് ആൻ ഇൻഡിഫറൻസ് കർവിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അതിനെ സ്റ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആൻസേഴ്സ് പ്രസന്റ് ചെയ്യണം, പ്രോപ്പർട്ടീസ് ജസ്റ്റിഫൈ ചെയ്യണം, അസംഷൻസ് ഉണ്ടെങ്കിൽ അതും റെലവന്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് കൊടുക്കണം. ഇത് ഇത്രയും ചോദിക്കുന്നത് നമുക്ക് 5 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ മോണോപോളി. മോണോപോളിയെ എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന്റെ ഇക്വിലിബ്രിയം, അതായത് ഷോർട്ട് അല്ലെങ്കിൽ ലോങ് ഇക്വിലിബ്രിയം ആയിരിക്കാം, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് എഫിഷ്യൻസി, കോൺട്രാസ്റ്റ് വിത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇങ്ങനെയുള്ള ടോപ്പിക്സ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു പോർഷനിൽ നിന്ന് വരുന്നത്. അതൊരു 4 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ പ്രൈസ്, ഇൻകം ആൻഡ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കാം, ഇൻകം ഇലാസ്റ്റിസിറ്റി ആയിരിക്കാം, ക്രോസ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കാം. ഇത് മൂന്നും എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക ഓഫ് ഡിമാൻഡ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് സഹിതം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പോർഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് 3 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. ദെൻ സ്റ്റേറ്റ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്. അത് സ്റ്റേറ്റ് ചെയ്യുകയും വേണം, അതിന്റെ ലിമിറ്റേഷൻസും കൊടുക്കണം. വെറുതെ സ്റ്റേറ്റ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, അതിന്റെ ലിമിറ്റേഷൻസും കൊടുത്ത് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുക. അത് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? എക്സ്പ്ലെയിൻ ദ 4 മെയിൻ ഫാക്ടേഴ്സ്. ഇത് നമുക്ക് 3 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. Then explain the law of supply. Law of supply എന്താണ്? Distinguish stock and supply, point out exception. അതായത് നമുക്ക് ലോ സപ്ലൈയും അതിന്റെ സ്റ്റോക്കും സപ്ലൈ എന്താണെന്നുള്ള ഡിസ്റ്റിങ്ഷൻസും എക്സെപ്ഷൻസും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് 3 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. Then explain the concept of consumer surplus and സ്റ്റേറ്റ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്. അതായത് നമുക്ക് കൺസ്യൂമർ സർപ്ലസ് എന്താണ്, അതിന്റെ ലിമിറ്റേഷൻസ്, അതും 3 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് 3 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് വിത്ത് TP, AP, MP ആൻഡ് സ്റ്റേജസ്. അതെന്ത് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്? നമുക്കൊരു 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അല്ലെ. ദെൻ വരുന്നതാണ് വാട്ട് ഈസ് മാർക്കറ്റ്. മാർക്കറ്റ് എന്താണ്? പിന്നെ എക്സ്പ്ലെയിൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം. മാർക്കറ്റ് എന്താണ്, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും നമുക്ക് 2 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് ടോപ്പ് 10 ആയിട്ടുള്ള റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്. റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതിൽ നിന്ന് മസ്റ്റ് ആയിട്ട്, അതായത് ഈ ഒരു ടോപ്പ് 10 പോർഷൻസ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ്, നമ്മൾ മസ്റ്റ് ആയിട്ട് കവർ ചെയ്തേ പറ്റത്തുള്ളൂ, മസ്റ്റ് ആയിട്ട് നോക്കി പോയേ പറ്റത്തുള്ളൂ. ഇതിനകത്തൊരു എക്സ്ക്യൂസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കത്തില്ല. കാരണം ഇതിൽ എന്ത് വേണേലും ഇതിൽ നിന്ന് കുറച്ച് പോർഷൻസ് മസ്റ്റ് ആയിട്ട്, കാരണം നിങ്ങൾ അത് ചോദിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെ നോക്കിക്കേ, 5 പ്രാവശ്യം 4 പ്രാവശ്യം 3 പ്രാവശ്യം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് വന്നേക്കുക. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്ത് തന്നെ പോകാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്നത് ഫ്രീക്വൻസി ടേബിൾ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു, ആ ഒരു ക്വസ്റ്റ്യൻസ് ഏത് ബ്ലോക്ക് അല്ലെങ്കിൽ ഏത് യൂണിറ്റിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ അതിന് വന്നിരിക്കുന്ന മാർക്കിന്റെ ബേസിലുള്ള ഒരു ടേബിൾ നമുക്ക് ഫ്രീക്വൻസി ടേബിൾ നോക്കാം. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ബ്ലോക്ക് 2 പോർഷൻ ആണ്. അത് യൂണിറ്റ് 8 വരുന്നത്. 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് റെപ്രസെന്റേറ്റീവ് വേർഡിങ്സ് ആയിട്ട് പറയേണ്ടത് എന്താണ്? എക്സ്പ്ലെയിൻ കൺസ്യൂമർ ഇക്വിലിബ്രിയം യൂസിങ് ആൻ ഇൻഡിഫറൻസ് കർവ്, സ്റ്റേറ്റ്, ജസ്റ്റിഫൈ പ്രോപ്പർട്ടീസ് ഓഫ് അസംഷൻസ് വെർ റെലവന്റ്. ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെ. ഈ ഒരു ക്വസ്റ്റ്യന്റെ മാർക്ക് ജസ്റ്റ് എത്രയാണ്? 20 മാർക്കിനാണ് നിലവിൽ ഇത് ആവറേജ് മാർക്കിന് ചോദിച്ചു കാണുന്നത്. ദെൻ സെക്കൻഡ് വരുന്നത് മോണോപോളി. മോണോപോളിയുടെ ഇക്വിലിബ്രിയം, പ്രൈസ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ, എഫിഷ്യൻസി. ഇത് ഇത്രയും ബ്ലോക്ക് 4 പോർഷൻ ആണ്. യൂണിറ്റ് 14 മോണോപോളിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. 4 പ്രാവശ്യം ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 20 മാർക്ക് ആവറേജിനാണ് വന്നിട്ടുള്ളത്. ദെൻ എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ്, അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി,
ക്രോസ് ഇലാസ്റ്റിസിറ്റി ഇത് ബ്ലോക്ക് 2 പോർഷൻ ആണ്. യൂണിറ്റ് 4 ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻസ് ആവറേജ് മാർക്കായിട്ട് വന്നിട്ടുള്ളത്. ദെൻ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി വിത്ത് ലിമിറ്റേഷൻ അത് ബ്ലോക്ക് 2 പോർഷൻ ആണ്. യൂണിറ്റ് 7 ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഇക്വിബിലറി മാർജിനൽ യൂട്ടിലിറ്റിക്കകത്താണ് അത് വരുന്നത്. 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കാണ് ആവറേജ് അതിന് വന്നിട്ടുള്ളത്. ദെൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രൈസ് ഇതെല്ലാം ബ്ലോക്ക് 1 പോർഷൻ ആണ്. യൂണിറ്റ് 1 അത് പറഞ്ഞിരിക്കുന്നത്. ഫണ്ടമെന്റൽ ഓഫ് പ്രോബ്ലം ആൻഡ് കൺസെപ്റ്റ്സിനകത്ത് വന്നിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് അത്. 3 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 മാർക്ക് എന്ന രീതിയിലാണ് ആവറേജ് വന്നിട്ടുള്ളത്. ദെൻ ലോ ഓഫ് സപ്ലൈ അല്ലെങ്കിൽ സ്റ്റോക്ക് വേഴ്സസ് സപ്ലൈ എക്സെപ്ഷൻസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ബ്ലോക്ക് 2 ടോപ്പിക്കാണ്. യൂണിറ്റ് 5 അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ലോ ഓഫ് സപ്ലൈ ആൻഡ് എലാസ്റ്റിസിറ്റിക്കകത്ത് പറയുന്നുണ്ട്. 3 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് 20 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് മാർക്ക് വന്നിട്ടുള്ളത്. ദെൻ കൺസ്യൂമർ വേഴ്സസ് സർപ്ലസ് അതായത് കൺസ്യൂമേഴ്സും സർപ്ലസും വെച്ചിട്ടുള്ള കുറച്ച് പോർഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കൺസെപ്റ്റ് ലിമിറ്റേഷൻസും ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 പോർഷൻ ആണ്. അതും 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സെയിം വരുന്ന 20 മാർക്കാണ് ആവറേജ് വരുന്നത്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി എന്ന് പറയുന്ന ബ്ലോക്ക് 1 പോർഷൻ ആണ്. അതും യൂണിറ്റ് 1 അണ്ടറിലാണ് അത് വരുന്നത്. ഫണ്ടമെന്റൽസിനകത്താണ് വരുന്നത്. നമുക്ക് 3 പ്രാവശ്യം അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 മാർക്ക് ആവറേജ് ആണ് വരുന്നത്. ദെൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്നത് പല സ്റ്റേജസ് അതായത് TP, AP, MB പല സ്റ്റേജസിന്റെ സെപ്പറേറ്റ് ചോദിക്കുന്നുണ്ട്. അത് ബ്ലോക്ക് 3 യൂണിറ്റ് 9 വരുന്ന പോർഷൻ ആണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പാർട്ട് 1 വരുന്നതാണ്. 2 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 20 മാർക്ക് എന്ന രീതിയിലാണ് ആവറേജ് മാർക്ക് വന്നിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് ടോപ്പിക് ആയത് മാർക്കറ്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഇക്വിബിലറി എന്ന് പറയുന്നത് ഡയഗ്രം സഹിതം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. അത് ബ്ലോക്ക് 4 പോർഷൻ ആണ്. യൂണിറ്റ് ഇക്വിബിലറിയും കൺസെപ്റ്റ്സ് ആൻഡ് കണ്ടീഷൻസിനകത്താണ് അത് പറയുന്നത്. 2 പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 20 മാർക്ക് റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു മാപ്പ് അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നിന്ന് ഈ ഒരു അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാപ്പ് യൂസ് ചെയ്ത് നമുക്ക് കൂടുതലും ഇൻഡിഫറൻസ് കർവും കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് മസ്റ്റായിട്ട് കവർ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ മോണോപ്പൊളി എന്ന് പറയുന്ന പോർഷൻസും മസ്റ്റായിട്ട് കവർ ചെയ്യേണ്ടതാണ്. നമ്മൾ ആദ്യം സ്റ്റഡീസിന്റെ ആദ്യം തൊട്ട് നമ്മൾ മനസ്സിലാക്കി വരുന്നതാണ്. അത് നമ്മുടെ ബ്ലോക്ക് 2 ബ്ലോക്ക് 4 വരുന്ന കുറച്ച് പോർഷൻസ് ആണ് വരുന്നത്. ഞാൻ വരുന്നതെന്ന് പറയുന്നത് ആവറേജ് മാർക്ക് പെർ അപ്പിയറൻസ് ആണ് വരുന്നത്. അത് ഒരു 20 മാർക്ക് എന്ന റേഞ്ചിലാണ് കാര്യങ്ങൾ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ടോപ്പ് 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ബേസിലുള്ള ഒരു വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഒരു പൈ ഡയഗ്രാം ആണ് അത് കൊടുത്തിരിക്കുന്നത്. ഏതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. ദെൻ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇതനുസരിച്ച് എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ഈ ഒരു ജൂൺ 22 തൊട്ട് ജൂൺ 25 വരെയുള്ള ഒരു അനാലിസിസ് കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ ഏതാണ് ടോപ്പ് 10 പോർഷൻസ് അല്ലെങ്കിൽ ടോപ്പ് 3 ആയിട്ടുള്ള കീ പോയിന്റ്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ നോക്കി. ഇനി ഇതിനു വേണ്ടി എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നതാണ് പറയുന്നത്. ഒരു സ്ട്രാറ്റജിക് പ്ലാൻ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കേണ്ടതെന്ന് നോക്കാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഏത് പാറ്റേൺ ആണെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ഡെഫിനിഷൻ, ഒരു ഡയഗ്രാം, അതിന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഒക്കെ വെക്കുന്ന രീതിയിൽ ഒരു ആൻസേഴ്സ് ഒന്ന് എഴുതി പഠിക്കുക, ഒരു പ്രാക്ടീസ് ചെയ്യുക. അതായത് ഒരു 2 പ്രാവശ്യമെങ്കിലും ഈ ഒരു ആൻസേഴ്സ് ഒന്ന് എഴുതുക. അല്ലെങ്കിൽ ഒരു 12 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെ എനിക്ക് സ്പീഡപ്പ് ചെയ്യാം, ഇതൊന്ന് പ്രസന്റ് ചെയ്യുന്നത് എനിക്ക് എഴുതുന്നത് എങ്ങനെ സ്പീഡപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു ആൻസർ ഈ ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതാൻ എനിക്ക് എങ്ങനെ കൂടുതൽ സ്പീഡപ്പ് ആയിട്ട് എഴുതാൻ പറ്റും എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ ആക്കുക. അതൊരു 2 പ്രാവശ്യമെങ്കിലും ഒന്ന് എഴുതി നോക്കുക അല്ലെങ്കിൽ ഒന്ന് ഔട്ട്ലൈൻ അത് ഫുൾ ആൻഡ് എക്സ്പ്ലെയിൻ ചെയ്തില്ല അല്ലെങ്കിൽ ഏകദേശം ഒരു ഔട്ട്ലൈൻ പോലെ ഒരു ജസ്റ്റ് ഒരു 12 മിനിറ്റ് കൊണ്ട് അതിനകത്ത് എന്താ ഒരു അത്യാവശ്യം ഒരു ഡെഫിനേഷൻ ഡയഗ്രാം ഒക്കെ വെച്ചാൽ ഇതിനകത്ത് ഇത് ഉൾക്കൊള്ളിക്കുന്ന ഇത് ഉൾക്കൊള്ളിക്കുന്ന അങ്ങനെ ഒരു ഡയഗ്രാം പോലെ ഒരു ഔട്ട്ലൈൻ പോലെ ഉണ്ടാക്കി നമ്മൾ സ്പീഡപ്പ് ചെയ്യാനുള്ള പ്രാക്ടീസ് ചെയ്യുക. ദെൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയഗ്രാം മാസ്റ്ററി. അതായത് നമുക്ക് മോണോപോളിയുടെ ഒക്കെ പോർഷൻസ് വരുന്ന സമയത്ത് നമുക്ക് എന്താ ഡയഗ്രാംസ് ഉണ്ട്. ആ ഡയഗ്രാംസ് തുടർച്ചയായിട്ട് നമ്മൾ നോക്കി അതിന്റെ കോളംസും അല്ലെങ്കിൽ ടേബിൾസ് പ്രിപ്പയർ ചെയ്യുന്നതും ഡയഗ്രാം വരയ്ക്കുന്നതും എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് അല്ലെങ്കിൽ എങ്ങനെ അതിനെ നീറ്റായിട്ട് പ്രസന്റ് ചെയ്യും. പിന്നെ എക്സ് ആക്സിസിൽ എന്താണ്, വൈ ആക്സിസിൽ എങ്ങനെയാണ്, ഇതിനകത്ത് ഓരോ യൂണിറ്റ്സ് എങ്ങനെയാണ് വരുന്നത്, നമ്മൾ അത് നല്ലവണ്ണം നോക്കി എനിക്ക്
തിയറിയെക്കാട്ടും നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാനും കൂടുതൽ നല്ല നീറ്റായിട്ട് പ്രസന്റ് ചെയ്യാനും പറ്റുന്ന ഒരു പോർഷൻസ് ആണ് ഈ ഡയഗ്രാം എന്ന് പറയുന്നത്. വിത്ത് എക്സാമ്പിൾ ഡയഗ്രാം ഒക്കെ കൊടുക്കുന്ന സമയത്ത് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം അതിൽ നല്ലപോലെ നമ്മൾ ഫോക്കസ് ചെയ്ത് അതിൽ കൂടുതൽ നമ്മൾ എന്താ പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ എഫക്റ്റീവ് ആകാൻ നോക്കുക, അല്ലെങ്കിൽ എഫിഷ്യന്റ് ആകാൻ നോക്കുക നമ്മൾ അത് പ്രസന്റ് ചെയ്യുന്നതിനകത്ത്. ദെൻ ബാക്കി കുറച്ച് കാര്യങ്ങൾ വിത്ത് ഡയഗ്രാം, ലിമിറ്റേഷൻസ്, ഡിസ്റ്റിങ്ക്യൂഷൻ എന്ന് പറയുന്ന ഒരു കുറെ കാര്യങ്ങൾ വരാറുണ്ട്. അപ്പം അതിനകത്ത് കീനായിട്ട് അത് കാര്യങ്ങൾ നോക്കി അതിനകത്ത് എന്താണ് കറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തന്നെ ആൻസർ ചെയ്യാനുള്ളൊരു അല്ലെങ്കിൽ അതിനെ എങ്ങനെ വാച്ച് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻസിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് പ്രാക്ടീസ് ചെയ്തെടുക്കാം. ദെൻ നമുക്ക് ടോപ്പിക് പ്രോബബിലിറ്റി, അതായത് ഇത്രയും നേരം നമ്മൾ നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ എക്സാംസിൽ നിന്ന് വന്ന ഒരു ട്രെൻഡും കാര്യങ്ങളുമായിരുന്നു നമ്മൾ നോക്കി വന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്റ്റഡിയുടെ ബേസിസിൽ, അല്ലെങ്കിൽ ഈ ഒരു പോർഷന്റെ ബേസിസിൽ, അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും നാളത്തെ ജൂൺ 25 വരെയുള്ള എക്സാംസിന്റെ ഒരു ബേസിക്കൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്ന എക്സാംസിലെ പോർഷൻസ്, അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകൾ ഏതൊക്കെ, അത് ഏത് ബ്ലോക്കിൽ നിന്നാണ്, അല്ലെങ്കിൽ എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ട് ആ ഒരു പോർഷൻ ചോദിക്കാൻ എന്ന കാര്യങ്ങളായിരിക്കും ഈ ഒരു ടേബിളിൽ നോക്കാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ടോപ്പിക് ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ബ്ലോക്ക് 2 പോർഷൻ ആണ്. യൂണിറ്റ് 18 വരുന്നത്. അത് 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ ചോദിക്കാനുള്ള ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 71.4% പ്രോബബിലിറ്റി ഉണ്ട്. അതായത് ഹൈ കാറ്റഗറി, ഹൈ പ്രോബബിലിറ്റി ഉള്ള ഒരു ടോപ്പിക് ആണ് ഈ ഒരു ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നമ്മുടെ മോണോപോളിയുടെ പോർഷൻ, അതായത് ഇക്വിലിബ്രിയം, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ എഫിഷ്യൻസി, അങ്ങനത്തെ കുറച്ച് പോർഷൻസ് ബ്ലോക്ക് 4 വരുന്നത്. അതിനകത്ത് യൂണിറ്റ് 14 മോണോപോളിക്കകത്താണ് ഈ ഒരു പോർഷൻസ് ഫുൾ വരുന്നത്. അത് 4 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് 57.1% പ്രോബബിലിറ്റിയും മീഡിയം കാറ്റഗറിയിൽ രീതിയിൽ ഇതിന്റെ ഒരു ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാൻ പറ്റും. ദെൻ നമ്മുടെ എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈസോ ഇൻകമോ ക്രോസോ ഏത് ടൈപ്പ് ഇലാസ്റ്റിസിറ്റി ആണെങ്കിലും ബ്ലോക്ക് 2 യൂണിറ്റ് 4 വരുന്നത്. 3 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ 42.9% പ്രോബബിലിറ്റി പറയുന്നുണ്ട്. മീഡിയം കാറ്റഗറിയിൽ അതിന്റെ റെലവൻസ് അല്ലെങ്കിൽ പ്രഡിക്ഷൻ നമുക്ക് പറയാൻ പറ്റും. Then law of diminishing marginal utility with the limitations. ബ്ലോക്ക് 2 വരുന്നത്. 3 പ്രാവശ്യം അപ്പിയർ ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 7 പോർഷൻ ആണ്. 42.9% പ്രോബബിലിറ്റി ഉണ്ട്. മീഡിയം കാറ്റഗറി ആണ്. ദെൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രൈസ് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഫണ്ടമെന്റൽസിനകത്ത് വരുന്ന പോർഷൻ ആണ്. 3 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. 42.9% പ്രോബബിലിറ്റി ഉണ്ട്. മീഡിയം കാറ്റഗറി ആണ് ആ ഒരു പോർഷൻ. ലോ ഓഫ് സപ്ലൈ അല്ലെങ്കിൽ സ്റ്റോക്ക് വേഴ്സസ് സപ്ലൈ എക്സംഷൻസ് വരുന്നത് ബ്ലോക്ക് 2 കൺസ്യൂമേഴ്സ് ബിഹേവിയർ ആൻഡ് ഡിമാൻഡ് തിയറിയിലാണ് വരുന്നത്. യൂണിറ്റ് 5 ഈ ഒരു പോർഷൻ വരുന്നത്. അത് 3 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. 42.9% ആണ് പ്രോബബിലിറ്റി. മീഡിയം കാറ്റഗറി ആയിട്ട് പറയാം. ദെൻ കൺസ്യൂമേഴ്സ് സർപ്ലസ്, അതില്ലാതെ കൺസെപ്റ്റുകളായിരിക്കാം, ലിമിറ്റേഷൻസ് ആയിരിക്കാം. 2 രീതിയിലും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ ഒരു ടോപ്പിക് ബ്ലോക്ക് 2 യൂണിറ്റ് 7 വരുന്നത്. 3 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. 42.9% ആണ് അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. മീഡിയം കാറ്റഗറി ആണ്. ദെൻ സെൻട്രൽ പ്രോബ്ലംസ് ആൻഡ് എക്കണോമി. പ്രോബ്ലംസ് ഓഫ് എക്കണോമി എന്ന് പറയുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ്. നമുക്ക് 3 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. 42.9% പ്രോബബിലിറ്റി ഉണ്ട്. മീഡിയം കാറ്റഗറി ആണ്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്, അതായത് TP, AP, MB സ്റ്റേജസ് എന്ന് പറയുന്നത് ബ്ലോക്ക് 3 യൂണിറ്റ് 9 ആണ്. 2 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. 28.6% ആണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ലോ കാറ്റഗറി ആണ്. നമുക്ക് ഒരു പ്രഡിക്ഷൻ പറയാൻ പറ്റുന്നത്. ചോദിക്കും എന്നാൽ ചോദിക്കാതിരിക്കത്തില്ല, നമുക്കത് മസ്റ്റായിട്ട് ചോദിക്കുമെന്ന് ഉറപ്പും പറയാൻ പറ്റത്തില്ല എന്ന രീതിയിൽ. അതേപോലെ തന്നെ ഉള്ളൊരു പോർഷൻ ആണ് മാർക്കറ്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എക്വിലിബ്രിയം വിത്ത് ഡയഗ്രാം എന്ന് പറയുന്നത്. ബ്ലോക്ക് 4 യൂണിറ്റ് 12 വരുന്നത്. 2 പ്രാവശ്യമാണ് ചോദിച്ചു കാണുന്നത്. 28.6% അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ലോ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പം 70% കൂടുതലുള്ളത് നമ്മൾ ഹൈ എന്നും അതിൽ താഴെ ഒരു 40 വരെ ഉള്ളതിനെ ഒരു റെക്കറിംഗ് രീതി വരാറുണ്ട്. പക്ഷെ എന്നാൽ ഒത്തിരി മസ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാൽ വരാൻ ചാൻസും ഉണ്ട്. തീരെ തള്ളിക്കളയാൻ പറ്റാത്ത ടോപ്പിക്കാണ് മീഡിയം കാറ്റഗറിയിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ 40% താഴെയുള്ളതിനെയാണ് നമ്മൾ ലോ കാറ്റഗറി ആയിട്ട് പറയുന്നത്. അത് പോസിബിൾ ആണ്. അതായത് തുടർച്ചയായിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ഇടയ്ക്കൊക്കെ അത് പോർഷൻസ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു 10 ടോപ്പ് 10 ടോപ്പിക്സ് ആണ് നമ്മൾ മുമ്പേ പറഞ്ഞിരിക്കുന്നത്.
ദെൻ ഇതിന്റെ ബേസിസിൽ നമ്മൾ ഏതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു 10 ടോപ്പിക്സും അല്ലെങ്കിൽ 3 കീ പോയിന്റ്സും ഒക്കെ പറഞ്ഞപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക് ഇൻഡിഫറൻസ് കർവ് ആൻഡ് കൺസ്യൂമർ ഇക്വിലിബ്രിയവും അതിന്റെ സ്ട്രാറ്റജീസും കാര്യങ്ങളും ഒക്കെയാണ് ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ദെൻ മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മോണോപോളി, അതിനകത്ത് ഇക്വിലിബ്രിയം, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, എഫിഷ്യൻസി, പിന്നെ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതിനകത്ത് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആയിരിക്കാം, ലിമിറ്റേഷൻസ് ആയിരിക്കാം, അതെല്ലാം ഉണ്ട്. ദെൻ കൺസ്യൂമർ സർപ്ലസ്, അതിനകത്ത് ലോയർ സപ്ലൈ, സ്റ്റോക്ക് വേഴ്സസ് സപ്ലൈ, എക്സംഷൻസ്, പിന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ കേസ്, സെൻട്രൽ പ്രോബ്ലംസ്, ഇതെല്ലാം തന്നെ എന്താണ് മീഡിയം കാറ്റഗറിക്കകത്ത് അല്ലെങ്കിൽ മീഡിയം പ്രയോറിറ്റി വരുന്ന പോർഷൻസ് ആണ് വരുന്നത്. അതിനകത്ത് സ്ട്രാറ്റജി ഒക്കെ പറയുന്നുണ്ട്. 150 വേർഡ്സിനകത്ത് ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ടാക്കി നമ്മളൊന്ന് പഠിച്ച് കയ്യിലൊന്ന് സൂക്ഷിച്ചു വെക്കുക കേട്ടോ. എന്തെങ്കിലും ഒന്ന് പെട്ടെന്നൊന്ന് റിക്കവറി, ലാസ്റ്റ് എക്സാമിന്റെ തലേന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഒന്ന് റിക്കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. ദെൻ ലോ കാറ്റഗറി വരുന്ന പോർഷൻസ് എന്ന് പറയുന്നത് ലോയോ, വേരിയബിൾ പ്രപ്പോർഷൻസ്, മാർക്കറ്റ് ആൻഡ് ഇക്വിലിബ്രിയം, അത് ഡയഗ്രാം സഹിതമാണ്. പിന്നെ അതേപോലെ തന്നെ അത് പഠിക്കുന്ന സമയത്ത് ഡെഫിനിഷൻസും കീ ഇക്വേഷൻസും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു എക്സാമ്പിൾ ഒക്കെ വെച്ച് തന്നെ പഠിക്കാൻ നോക്കും. അപ്പൊ ഇത് ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പിക്സ് കവർ ചെയ്യേണ്ടത്. നമുക്ക് 3 ടൈപ്പ്: ഹൈ ലെവല്, മീഡിയം, ലോ. ഇത് ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ദെൻ വരുന്നത് എന്തുകൊണ്ട് ഇത് പറയുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ കണ്ടതാണ്. നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാത്തിനകത്തും നമ്മൾ കണ്ടതാണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് അപ്പിയർ ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇൻഡിഫറൻസ് കർവിന്റെയും അല്ലെങ്കിൽ മോണോപോളിയുടെയും എലാസ്റ്റിസിറ്റിയുടെ ഒക്കെ പോർഷൻ അല്ലേ. അപ്പൊ അതിന്റെ ഒരു കാറ്റഗറി, അതിന്റെ അപ്പിയർ ചെയ്തതിന്റെ ഒരു ബേസിലാണ് നമ്മൾ ഏത് കൂടുതൽ അല്ലെങ്കിൽ ഏതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, പിന്നെ ഫോക്കസ് ചെയ്യേണ്ടത്, പിന്നെ ലെസ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒന്ന് മനസ്സിലാക്കുക. കൂടുതൽ ഇൻഡിഫറൻസ് കർവ്, അതിന്റെ തൊട്ട് താഴെ മോണോപോളി, പിന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ പോർഷൻ, കൺസ്യൂമർ സർപ്ലസ്, പിന്നെ ലോ ഓഫ് സപ്ലൈ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, സെൻട്രൽ പ്രോബ്ലംസ്. ഈ ഒരു ഓർഡറിലാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ലെവൽ അല്ലെങ്കിൽ റെക്കറിംഗ് ലെവൽ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതായത് ഈ ഒരു അനാലിസിസിന്റെ ബേസിസിൽ മുന്നോട്ട് എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഡിസംബറിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ, പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ എന്നല്ല പറയുന്നത്. ഈ ഒരു ജൂൺ 25 വരെ വന്നിരിക്കുന്ന എക്സാംസിന്റെ ബേസിസിൽ അതിന്റെ ഒരു പാറ്റേണും അതിന്റെ ഒരു നേച്ചറും പോർഷൻ റെക്കറിംഗ് ടോപ്പിക് ഒക്കെ വെച്ച് നോക്കിയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസിന് വേണ്ടിയാണ് ഇത്. നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു അനാലിസിസ് രീതിയിൽ പഠിച്ചിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെ ലേൺ വൈസ് സ്റ്റുഡൻസ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കീസും നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്തിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മുടെ നോർമൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെ മാക്സിമം 10 മാർക്കിനാണ്. ടോട്ടൽ 3 അവേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് ആൻസർ ഇനി 5 ആണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും 5 എണ്ണം അറ്റംപ്റ്റ് ചെയ്താൽ മതി. എല്ലാത്തിനും ഈക്വൽ മാർക്സ്, അതായത് എല്ലാത്തിനും 20 മാർക്ക് വെച്ചാണ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റിനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത്. എ, ബി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചിരിക്കുന്നത്. എയിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡു യു മീൻ ബൈ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ്, പിന്നെ ബ്രീഫ്ലി സ്റ്റേറ്റ് ദം ആൻഡ് ദ റോൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് 4+6 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേക അർത്ഥം ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോർഷൻ, അത് എയുടെ ഫസ്റ്റ് പോർഷൻ, അതായത് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്ന പോർഷന് 4 മാർക്കും, ബ്രീഫ്ലി സ്റ്റേറ്റ് ദ റോൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ചോദിച്ചിട്ടില്ലേ, അതിന് 6 മാർക്കും വെച്ച് അങ്ങനെ ടോട്ടൽ 10 മാർക്ക് ആയിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ, എ പാർട്ടിലെ ക്വസ്റ്റ്യന് ഉള്ളത്. ഇതിന് ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന നോക്കുക. എക്സ്പ്ലെയിൻ ഹൗ എ മിക്സഡ് എക്കണോമിക് price mechanism helps in the allocation of resources, illustrate using a production possibility curve, അതായത് PPC curve ഉണ്ടല്ലോ അതും, ആൻഡ് മെൻഷൻ കണ്ടീഷൻസ് ഫോർ എഫിഷ്യൻസി. അത് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിഫൈൻ ദ ഡിസ്റ്റിങ്വിഷ് പ്രൈസ് എലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി ആൻഡ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. എക്സ്പ്ലെയിൻ their measurement, point അല്ലെങ്കിൽ arc and applications in business and public policy with suitable examples. 20 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു നോർമൽ എസ്സേ ആണ്. Then using the inference curve budget line framework show how a consumer attains equilibrium. ഫസ്റ്റ് ശ്രദ്ധിച്ചോണം, നമ്മളോട് എന്താണ് ബഡ്ജറ്റ് ലൈൻ ഫ്രെയിംവർക്കും അത് കാണിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഇക്വിലിബ്രിയം എങ്ങനെ അറ്റൈൻ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. Derive the price consumption relation and explain how it goes the demand curve. Comment on the effects of a change in money income
ആൻഡ് റിലേറ്റീവ് പ്രൈസസ്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ആ ഒരു ഗ്രാഫും കാര്യങ്ങളും ഒക്കെ വെച്ച് തന്നെ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, അതിനകത്ത് എയും ബിയും ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഡിഫൈൻ ദ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് MRTSന്റെ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഷേപ്പ് ഓഫ് ഐസോകോൺസ് വിത്ത് എ നീറ്റ് ഡയഗ്രാം. ഒരു നീറ്റ് ഡയഗ്രാം വെച്ചിട്ട് ഐസോകോൺസ് ഒക്കെ റെപ്രസെന്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യണം. 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഡിയിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് മെൻ ബൈ എ മാർക്കറ്റ് യൂസിംഗ് ദ ഡിമാൻഡ് സപ്ലൈ ഫ്രെയിംവർക്ക്. Determine equilibrium price and quantity and briefly analyze the impact of a binding price floor. 10 മാർക്കിന്. അതായത് മാർക്കറ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഒരു ഡിമാൻഡ് കർവിന്റെ ഡയഗ്രാം ഒക്കെ വെച്ചിട്ട് ഇക്വിലിബ്രിയം പ്രൈസിനെ കുറിച്ചൊക്കെ ഒന്ന് ബ്രീഫായിട്ട് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ഫിഫ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്പ്ലിറ്റ് ചെയ്താണ്. എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ വിത്ത് ദ ഡയഗ്രാംസ് ഹൗ മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ് ആൻഡ് ആവറേജ് കോസ്റ്റ് പ്രൈസിംഗ് റൂൾസ് എഫക്ട് മോണോപോളി പ്രൈസ് ഔട്ട്പുട്ട് ആൻഡ് വെൽഫെയർ. ഞാൻ ചോദിച്ചിരിക്കുന്നത് അത് 10 മാർക്കിനാണ്. ദെൻ ഹൗ ഡസ് ദ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് determine a firm's demand for a factor in competitive input and output markets. Clarify the roles of MPL, MRP and the factor price. 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. Then, sixth question, distinguish between short run and long run cost curves. Show how the LIC is derived from the set of SAC. SAC, LIC ഒക്കെ അറിയാമല്ലോ അല്ലേ? ഷോർട്ട് റണ്ണിന്റെ ലോങ് റണ്ണിന്റെ ആണ് LS ഒക്കെ പറയുന്നത് കേട്ടോ. LIC is derived from a set of SACs and explain why LIC may be U-shaped, sitting economies and diseconomies of scale. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും കോസ്റ്റ് കർവ്സ് എന്താണെന്ന് അറിയണം. എന്താണ് LIC, എന്താണ് SAC എന്ന് ഡിനോട്ട് ചെയ്യുന്നത് അറിയണം. അപ്പൊ LIC, SAC എന്താണെന്ന് ആദ്യം ഒന്ന് നോട്ട് ചെയ്തിട്ട് കാണിച്ചിട്ട് അത് എന്താണെന്നും അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയൊക്കെ ചെയ്യുക. എന്തുകൊണ്ട് യു ഷേപ്പ് എന്നും എല്ലാം ആ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. Then വരുന്നത് സെവൻത് ക്വസ്റ്റ്യൻ, state and explain the law of variable proportions using a tabular schedule and a diagram. Identify the 3 stages of production, their managerial significance and the region of rational production. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു പ്രൊഡക്ഷന്റെ പോർഷനിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എസ്സേ അതിനകത്ത് കൊടുക്കണം. ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്പ്ലിറ്റ് ചെയ്താണ്. എക്സ്പ്ലെയിൻ ദ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ equilibrium ഓഫ് എ ഫോം അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാംസ്. ഡയഗ്രാംസിന്റെ ഹെൽപ്പോടുകൂടി തന്നെ ഷോർട്ട് റൺ equilibrium, ലോങ് റൺ equilibrium എന്ത് ചെയ്യുക, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ അണ്ടറിലുള്ളത് എങ്ങനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ ഔട്ട്ലൈൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഒളിഗോപോളി ആൻഡ് ഡിസ്ക്രൈബ് ദ ഇൻഡ്യൂഷൻസ് ബിഹൈൻഡ് ദ സൈൻ ഡിമാൻഡ് കർവ്, ഹൈപ്പോത്തസിസ് ആൻഡ് പ്രൈസ് റിജിഡിറ്റി. എന്താണ് നമുക്ക് ഒളിഗോപോളിയുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അതും ഡീറ്റെയിൽഡ് ആയിട്ട് 10 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത് ഷോർട്ട് നോട്ട്സ് ആണ്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 2 ഓഫ് ദ ഫോളോയിങ്. നമുക്ക് ഒരു ABCDE വരെ ക്വസ്റ്റ്യൻസ് 5 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് അറിയാവുന്ന ഏതെങ്കിലും 2 എണ്ണം ഷോർട്ട് നോട്ട്സ് എഴുതാനാണ് പറഞ്ഞപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. 10 മാർക്ക് വെച്ചിട്ടായിരിക്കും. ഫസ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത് ഡിഫറെന്റ് ഗുഡ്സ് വേഴ്സസ് ഇൻഫീരിയർ ഗുഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ പ്രൊഡ്യൂസർ സർപ്ലസസ് ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്സ്. ദെൻ ചോദിച്ചിരിക്കുന്നത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് മോണോപോളി. അല്ലാതെ ഡിഗ്രീസ് 1, 2, 3 മൂന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ദെൻ കോബർ മോഡൽ ആൻഡ് അഗ്രികൾച്ചർ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ചോദിച്ചിട്ടുണ്ട്. EL ചോദിച്ചിരിക്കുന്ന എക്സ്റ്റേണാലിറ്റീസ് ആൻഡ് ദ കേസ് ഓഫ് സെഷൻസ്. ഇത് ഇത്രയുമാണ് കുറച്ച് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പൊ അറിയാൻ ചാൻസ് എന്ന് പറയുന്നത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ മെയിലിൽ എല്ലാത്തിനും പേടിക്കുന്നതുകൊണ്ട് അത് അറിയാൻ ചാൻസ് ഉണ്ട്. ബാക്കി നിങ്ങൾക്ക് എന്താണ് കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ആൻസർ ചെയ്യാം. അപ്പൊ നമുക്ക് 9 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ വന്നിരിക്കുന്നത്. അതിൽ നിന്ന് ഏതെങ്കിലും 5 എണ്ണം ആൻസർ ചെയ്താൽ മതി. നിങ്ങളുടെ എക്സാംസിനും ഈ ഒരു നേച്ചറിൽ തന്നെയാണ് വരുന്നത്. കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന 5 എണ്ണം ആൻസർ ചെയ്യുക. എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇൻസ്ട്രക്ഷൻസ് എന്ന് കറക്റ്റ് നോക്കിയിട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ബുക്ക്ലെറ്റിന്റെ അവൈലബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. അത് ആ ഒരു പേപ്പേഴ്സിനുള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ തന്നെ ആൻസേഴ്സ് കൊള്ളിക്കുക. നമുക്ക് എക്സ്ട്രാ ബുക്ക്ലെറ്റോ പേപ്പേഴ്സോ കിട്ടത്തില്ല, അഡീഷണൽ ഷീറ്റ് ഒന്നും കിട്ടത്തില്ല. അതിൽ തന്നെ ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ ആൻസേഴ്സ് നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യാൻ നോക്കുക. ഷോർട്ട് നോട്ട്സും പോയിന്റ്സും ഒക്കെ എഴുതുന്ന സമയത്ത് സബ് ഹെഡിങ്സിനൊക്കെ ഒന്ന് ചെറിയൊരു ലൈൻ ഒക്കെ കൊടുത്ത് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത്, അതായത് ഒരേ കളറിൽ തന്നെ പേനയൊക്കെ യൂസ് ചെയ്യണം കേട്ടോ. വേറെ ഇങ്കൊന്നും യൂസ് ചെയ്യരുത്. സെയിം കളർ പേന ഉപയോഗിച്ച് തന്നെ
അല്ലെങ്കിൽ പെൻസിൽ വെച്ചൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് കൊടുക്കുക. അത് ഏറ്റവും അട്രാക്റ്റീവായിട്ട് നമുക്ക് കാണാം. അപ്പൊ വലിച്ചു ചുമ്മാ എഴുതിയിട്ട് കാര്യമില്ല. അതിന്റെ പോയിന്റുകൾ അതിൻ്റെതായ രീതിയിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. പ്രത്യേകിച്ച് ഡയഗ്രാംസും കാര്യങ്ങളും കൂടുതൽ ഫോക്കസ് ചെയ്യുക. എന്തുവാണെങ്കിലും അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്, അതിൽ സ്കോർ ചെയ്യാം. അപ്പം അധികം വലിയ കുഴപ്പമില്ലാത്തൊരു പേപ്പറാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ടെൻഷൻ ഇല്ലാതെ തന്നെ ഇതിനെ ഹാൻഡിൽ ചെയ്യുക. നിങ്ങൾ ലേണേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഇതിന്റെ ആൻസർ കീസും നോക്കി റെഫർ ചെയ്ത് തന്നെ പഠിക്കുക. അത് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു എക്സാം ആകട്ടെ, അല്ലെങ്കിൽ ഈ ഒരു ബേസിൽ എക്സാം ഓറിയന്റഡ് എന്ന രീതിയിൽ ഇത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തീരട്ടെ. അല്ലെങ്കിൽ ഇത് വെച്ച് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോവുക. എല്ലാവർക്കും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പം നല്ല മാർക്കോടുകൂടെ നല്ല റിസൾട്ടോടുകൂടെ എല്ലാവരെയും കാണാൻ സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.